കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എന്തായാലും നീ ചെയ്ത തെറ്റ് തന്നെയാണ് ശിവ. അവൾക്ക് പറയാനുള്ളത് നിനക്ക് കേൾക്കാമായിരുന്നു, പിന്നെ താലി പൊട്ടിക്കേണ്ടായിരുന്നു. ഏതൊരു പെണ്ണും തൻ്റെ ജീവന്റെ വില നൽകി കൊണ്ടു നടക്കുന്നതാണ് നീ ഒറ്റ നിമിഷം കൊണ്ട് അറുത്തെടുത്തത്. ആ നിമിഷത്തിൽ പറ്റിപ്പോയി. കൃത്യസമയത്തിൻ്റെ അങ്കിളും കയറി വന്നു. ഒരിക്കലും അവൾ പോകില്ലെന്നാണ് വിചാരിച്ചത്. പിന്നെ എന്തോ വേണം, എല്ലാം സഹിച്ച് അവൾ ഇവിടെ നിൽക്കണമെന്നോ? നിനക്ക് ദേഷ്യം വരുമ്പോൾ അത് തീർക്കാനുള്ള ഉപകരണമല്ല അവള്. നീ ചെയ്ത് തെറ്റുന്നതിനെ ശിവ. നീ അവൾ ഇത്തിരിയെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നീ കണ്ടതും കേട്ടതും മറിഞ്ഞതും ഒന്നും സത്യമല്ല. ഇനിയും സമയം വൈകിട്ടില്ല. അവൾക്ക് പറയാനുള്ളത് നീ കേൾക്കണം, അവളെ തിരിച്ച് കൊണ്ടുവരണം. നീയായിട്ട് തുടങ്ങി വെച്ച പ്രശ്നം നീ തന്നെ തീർക്കണം. അത് പറഞ്ഞ് ആ വീഡിയോ വന്ന നമ്പർ തൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് ശരത്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. ശരത്ത് പോയതിന് ശിവ തൻ്റെ ഫോൺ എടുത്ത് ആ വീഡിയോ വീണ്ടും പ്ലേ ചെയ്ത് നോക്കി. മധുവിൻ്റെ വായലിലേക്ക് കത്തി കുത്തി ഇറക്കുന്ന സ്ത്രീയെ കാണും തോറും അവൻ്റെ കാപ്പിക്കണ്ണുകൾ ചുവന്ന് കലങ്ങി ഞരമ്പുകൾ വലിഞ്ഞു നോക്കി. ആരെ തള്ളണം ആരെ കൊള്ളണം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവൻ്റേത്. കാരണം രണ്ടുപേരും അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു. സ്ത്രീ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് മനസ്സ് പറയുമ്പോഴും ആ വീഡിയോ അവനൊരു ചോദ്യചിഹ്നമായി മാറി. മനസ്സിലേക്ക് കരഞ്ഞു കലങ്ങിയ ദയനീതിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ഉണ്ടക്കണ്ണുകൾ തെളിഞ്ഞു വന്നതും ശിവ അടുത്തുള്ള മദ്യക്കുപ്പി എടുത്ത് വായിലേക്ക് ഒഴിച്ച് ബോധം മറിയുമ്പോഴും അവിടെ ഇരുന്ന് കുടിച്ചു. ബോധം മറഞ്ഞു പോകുമ്പോഴും അവൻ്റെ ഉള്ളിൽ കുറുമ്പോടെ തന്നെ നോക്കി നുണക്കുഴി വിരിച്ച് ചിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ മുഖം മിടിവോടെ തെളിഞ്ഞു വന്നു. അതിൻ്റെ ഫലമായി അവൻ്റെ അടഞ്ഞ കണ്ണിൽ നിന്ന് കണ്ണീരൊലിച്ചത്. ഇതേസമയം സ്ത്രീ കണ്ണാടിയിൽ തെളിഞ്ഞു കാണുന്ന രൂപത്തിലേക്ക് മിഴിവെട്ടാതെ നോക്കിയിരുന്നു. കവിൾ ചെറുതായി നീര് വെച്ച് വീഴ്ത്തിരുന്നു. ഒഴിഞ്ഞു കിടന്ന തൻ്റെ കഴുത്ത് കണ്ടതും അവൾക്ക് ചങ്ക് പിളരും പോലെ തോന്നി. കഴുത്തിൽ കൈവച്ച് നിലത്തേക്കിരുന്ന് മുട്ടുകാലിൽ മുഖം പൂഴ്ത്തി അവൾ പൊട്ടിക്കറി. കുറച്ചു നേരം കഴിഞ്ഞ് സ്ത്രീയുള്ള റൂമിൻ്റെ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വന്ന ഷീതു കാണുന്നത് മുറിയുടെ ഒരു മൂലയിലിരുന്ന് കരയുന്ന സ്ത്രീയെയാണ്. ദാസൻ പറഞ്ഞതനുസരിച്ച് അവളെ കുറച്ചു നേരം തനിച്ചിരുന്നോട്ടെ എന്ന് കരുതി അത്രയും നേരമായിട്ടും അവൾ സ്ത്രീയുടെ അടുത്തേക്ക് വന്നിരുന്നില്ല. സ്ത്രീ ഷീതവളുടെ അടുത്തിരുന്ന സ്ത്രീയുടെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് വിളിച്ചതും സ്ത്രീ കരഞ്ഞു ചുവന്ന മുഖമുയർത്തി അവളെ നോക്കി. പിന്നെ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. സ്ത്രീ, നീ ഇങ്ങനെ കരയാതെ, നീ സങ്കടപ്പെടണ്ട. ശിവനെല്ലാം തിരിച്ചറിയൂ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി. ഞാൻ കാരണല്ലേ എല്ലാം. അതൊക്കെ നിന്റെ തോന്നലാണ് ശ്രീ. നീ കാരണമൊന്നുമല്ല മധു ചേച്ചി നമ്മളെയൊക്കെ വിട്ടുപോയത്. നിനക്ക് ഒരുപാട് വേദനിച്ചോടി. സ്ത്രീയുടെ അടി കൊണ്ട് വീർത്ത കവളിൽ പതിയെ തലോടിക്കൊണ്ട് അവൾ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ചോദിച്ചു. ശരീരത്തിനേക്കാൾ വേദന മനസ്സിലാണടി. സ്ത്രീ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. നിനക്കെല്ലാം പറയായിരുന്നില്ലേ? എന്ത് പറയാനാണടി? എല്ലാം സത്യമല്ലേ? ഞാൻ കാരണം എൻ്റെ കൈ കൊണ്ടല്ലേ ഞാനൊക്കെ ചെയ്ത്. ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടതാ. ഒന്ന് നിർത്തുന്നുള്ളൂ നീ. ഒന്ന് നീ കാരണമല്ലെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞു. ഇതെല്ലാം നിന്റെ വെറും തോന്നലാ. സ്ത്രീ പറഞ്ഞത് കേട്ട് ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഷീതു പറഞ്ഞു. ഓട്ടെ, വിട്ടുകള. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ, എല്ലാം ശരിയാവും. നീട്ടി ശ്വാസം വലിച്ചു വിട്ട് അവൾ സ്ത്രീയുടെ മുഖത്ത് വീണ് കിടന്ന മുടിയിടകൾ ചെവിക്ക് പേരിലേക്ക് മാടി ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, ഞാൻ കരയുമ്പോൾ നിന്നെ കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞ ആള് കിടന്ന് കരയുന്നത് മോശമാണ് കേട്ടോ. സ്ത്രീയുടെ കണ്ണ് തുടച്ചുകൊണ്ട് ഷീതു പറയുന്നത് കേട്ടതും അവൾ ചുണ്ടു കൂർപ്പിച്ച് ഷീതുവിനെ നോക്കി. ഞാൻ കരഞ്ഞതൊന്നുമല്ല, കണ്ണിന് വെള്ളം വന്നതാ. ആണോ? ഞാൻ കരുതി നീ കരഞ്ഞതാണെന്ന്. പൊടി പാളിയാക്കാതെ. ഇപ്പോഴെൻ്റെ സ്ത്രീ പഴയ സ്ത്രീയായത്. ഇനി വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. എല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്യാം. ഷീത എണീറ്റ് അവളെ പിടിച്ച് എണീപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ. അതൊന്നും നിനക്ക് വേണ്ടാത്തേ. എനിക്ക് വിശപ്പില്ല. കള്ളം, എനിക്ക് നല്ല വിശപ്പുണ്ട്. ബട്ട് നിനക്ക് വേണ്ടാത്ത സ്ഥിതിക്ക് ഞാനും കഴിക്കുന്നില്ല. അത് പറഞ്ഞ് ഷീതു സ്ത്രീയെ ഓടിക്കാണ്ടിട്ട് നോക്കിക്കൊണ്ട് ബെഡിലിരുന്നു. ഷീതു, നീ വാശി കണക്കാതെ പോയി കഴിച്ചേ. നീ കഴിക്കാൻ വരാതെ ഞാൻ കഴിക്കില്ല. ഇനി എന്നെ നിർബന്ധിക്കണ്ട. അത് പറഞ്ഞവൾ ഫോണും തോണ്ടിയിരുന്നതും സ്ത്രീ അവളെ നോക്കി ബാത്റൂമിലേക്ക് കയറിപ്പോയി. ഈശ്വര, ഇന്നിനി പട്ടിണി കിടക്കേണ്ടി വരുമോ? കിടന്നാലും സാരല്ല, അവൾ വരാൻ ഞാൻ കഴിക്കില്ല. ഷീതു അടഞ്ഞു കിടക്കുന്ന ബാത്റൂം ഡോറിലേക്ക് നോക്കിക്കൊണ്ട് ആലോചിച്ചു. അപ്പോഴേക്ക് ശ്രീ മുഖം കഴുകി വന്നിരുന്നു. വാ പോകാം. ശ്രീ മുഖം തൊടുത്ത് ഷീതുവിനോട് പറഞ്ഞു. എങ്ങോട്ട്? താഴോട്ട്. ഭക്ഷണം കഴിക്കണ്ടേ? അതിന് നിനക്കല്ലേ വിശപ്പില്ലെന്ന് പറഞ്ഞേ. ആ, ആദ്യപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്. ഇതെന്താ പെട്ടെന്ന് വിശപ്പ് വന്നേ? നീ വരുന്നുണ്ടേ വാ, ഇല്ലേ നിന്റെ കൂടെ ഞാൻ കഴിക്കും. വേണോ? അയ്യോ വേണ്ട, ഞാനും വരാം. വാ പോകാം. ആ. അങ്ങനെ രണ്ടും കൂടെ താഴോട്ട് പോയി. ഷീതുവിൻ്റെ കൂടെ വരുന്ന സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും പകുതി ആശ്വാസമായിരുന്നു. എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ആരും തന്നെ അവളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിച്ചില്ലായിരുന്നു. എല്ലാവരും പഴയ പോലെ തന്നെ പെരുമാറിയത് അവൾക്ക് ഒരു തരത്തിൽ ആശ്വാസം തന്നെയായിരുന്നു. സ്ത്രീ വേഗം തന്നെ പേരിന് കുറച്ച് കടിച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോയിരുന്നു. നമ്മൾ തൊടുത്തുവിട്ട അസ്ത്രം കൃത്യമായി തന്നെ ആ ശിവയുടെ നെഞ്ചിലാഴ്ന്ന് ഇറങ്ങിയിട്ടുണ്ട്.
അത് മതി എനിക്ക്. ഇതുപോലെ പതിയെ പതിയെ ഓരോ ഡോസായി കൊടുത്ത് അവനെ ഇല്ലാതാക്കണം. വിജയശ്രീയുടെ മദ്യം വായിലേക്ക് ഒഴിച്ച് അയാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു. ആദ്യം അവന്റെ കാമുകി, ഇപ്പൊ ഭാര്യ, എല്ലാം കൂടി അവന് തകർന്നിട്ടുണ്ടാകും. ഈ അവസരത്തിനായിട്ടാ ഞാൻ കാത്തിരുന്നത്. ഇനി അധികം വൈകിക്കൂടാ. അവളെ, അവന്റെ ഭാര്യയെ കൂടി ഇല്ലാതാക്കണം. എന്നാലേ അവൻ പൂർണ്ണമായി ഇല്ലാതാകൂ. അവന്റെ തകർച്ച, അതാ എന്റെ ലക്ഷ്യം. അയാൾ അടുത്തിരിക്കുന്ന ദേവരാജനെ നോക്കി പറഞ്ഞു. അവൻ എന്നെ തിരഞ്ഞ് നടക്കില്ലേ? എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയം ഞാൻ അവന്റെ മുന്നിലേക്ക് ചെല്ലും. എന്നിട്ട് അവനെയും ഈ ഭൂമുഖത്തിൽ നിന്ന് പറഞ്ഞു വിടും. എന്നാലേ എല്ലാം എനിക്ക് സ്വന്തമാകൂ. അയാൾ ക്രൂരമായ ചിരിയോടെ ദേവരാജനോട് പറഞ്ഞു. എന്നാൽ ദേവരാജൻ അയാൾ പറഞ്ഞൊന്നും കേൾക്കാതെ മറ്റൊരു ആലോചനയിലായി. അയാളുടെ കണ്ണിൽ സ്ത്രീയുടെ മുഖം തെളിഞ്ഞു വന്നു. അതിന്റെ ഫലമായി ചുണ്ടിൽ വശ്യമായ പുഞ്ചിരി വിരിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. സ്ത്രീ ആരോടും അധികം മിണ്ടാതെ അവളുടെ റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടി. ഇത്രയും ദിവസമായിട്ട് പോലും ശിവയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഇല്ലാത്തത് അവളുടെ സങ്കടത്തിന്റെ ആക്കം കൂട്ടി. ശിവയുടെ അവസ്ഥയും മറച്ചല്ലായിരുന്നു. എല്ലാവരോടും ദേഷ്യം. ഓഫീസിലും അങ്ങനെ പോകാതെ ബോധം മറിയോളം കുടിച്ച് റൂമിൽ തന്നെ ഒതുക്കിക്കൂടി. ശ്രീമോളെ. ദാസൻ സ്ത്രീയുടെ അടുത്തേക്ക് വന്ന് റൂമിന്റെ ജനൽവാതിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സ്ത്രീയെ വിളിച്ചു. എന്താച്ചോ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അച്ഛൻ്റെ മുഖത്തെ ഗൗരവം കണ്ടതും സ്ത്രീ നെറ്റിച്ചുളിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തായി ബെഡിൽ വന്നിരുന്നു. എന്താ നിന്റെ പ്ലാന്? ഇനി നിന്നെ വേണ്ടത് ശിവയെക്കുറിച്ച് ആലോചിച്ച് ജീവിതം തള്ളി നീക്കാനാണോ? സ്ത്രീയുടെ വാടിയ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളൊന്നും പറയാതെ മുഖം താഴ്ത്തിയിരുന്നു. ഇങ്ങോട്ട് നോക്കുമോളെ, നീ ഇനിയും അവനെയും പ്രതീക്ഷിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അവന് നിന്നെ വേണ്ട. അതുകൊണ്ടല്ലേ ഇത്രയും ദിവസമായിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തത്. അച്ചോ, അതുകൊണ്ടൊന്നുമല്ല. ആ മനസ്സ് എനിക്കറിയാം. ശിവേട്ടനും മധുവിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പെട്ടെന്ന് എല്ലാം കൂടി കേട്ടപ്പോൾ ഒന്നും സഹിക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. തകർന്നു പോയിട്ടുണ്ടാകും മനസ്സ്. അല്ലാതെ എന്നെ വേണമെന്ന് വെക്കില്ല അച്ചോ. എത്രയൊക്കെ പറഞ്ഞാലും ശിവേട്ടന് ഇഷ്ടമാണ്. അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ശിവേട്ടൻ വരും. അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇഷ്ടം. നീ ഇത്രയ്ക്ക് പാവായി പോയില്ല എൻ്റെ മോളെ. എന്തിൻ്റെ പേരിലാണ് നീ അവനാ കാത്തിരിക്കുന്നത്? അവൻ കെട്ടിയ താലി അവൻ തന്നെ പൊട്ടിച്ചെടുത്തില്ലേ? അപ്പം തന്നെ മനസ്സിലാക്കിക്കൂടെ നിനക്ക് അവനോടുള്ള സ്നേഹം തിരിച്ചില്ലെന്ന്? മോളെ, ഞാൻ നിന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല. നീ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ. നമുക്കിനി ഈ ബന്ധം വേണ്ട മോളെ. ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്. അച്ഛാ! സ്ത്രീ കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ഞെട്ടലോടെ വിളിച്ചു. അതേ മോളെ, എൻ്റെ മോൾക്കിനി അവൻ വേണ്ട. അവനേക്കാൾ നല്ലൊരുത്തനെ, എൻ്റെ കുഞ്ഞിനെ മനസ്സിലാക്കുന്ന ഒരുവനെ ഈ അച്ഛൻ കണ്ടുപിടിച്ചു കൊണ്ടുവരും. എൻ്റെ മോൾ അച്ഛൻ പറയുന്ന അനുസരിക്കണം. അവനെ നീ മറക്കണം. നോ, എന്നെക്കൊണ്ട് പറ്റില്ല അച്ചോ. എന്നെ മനസ്സിലാക്ക്. ശിവേട്ടൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. ശിവേട്ടനെ മറന്നൊരിക്കലും ആ സ്ഥാനത്ത് നിൽക്കുക ഒരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല അച്ചോ. നിനക്കതിന് കഴിയണം. ഇതുവരെ എന്തായാലും നീ പറയുന്നത് ഞാൻ അനുസരിച്ചിട്ടുണ്ട്. എല്ലാം നേടി തന്നിട്ടുണ്ട്. പക്ഷെ ഈ കാര്യം നീ ഞാൻ പറയുന്നത് അനുസരിക്കണം. അതല്ല എന്നെ ധിക്കരിച്ച് അവൻ്റെ അടുത്തേക്ക് പോകാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ നീ അച്ഛനെ കാണില്ല. അതുകൊണ്ട് എന്ത് വേണം നീ തീരുമാനിക്കുക. ദാസൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതും സ്ത്രീ എന്ത് വേണമെന്ന് അറിയാതെ നിർവികാരതയോട് അവിടെയിരുന്നു. വീട്ടിലിരുന്ന് ആകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി ഓഫീസിലേക്ക് വന്നതാണ് ശിവ. അവിടെയും സ്ത്രീയുടെ ഓർമ്മകൾ അവനെ വേട്ടയാടാൻ തുടങ്ങിയതും ചേറിൽ ചാരി കണ്ണുകളടിച്ചിരിക്കുമ്പോഴാണ് അരുൺ അവൻ്റെ അടുത്തേക്ക് വന്നത്. ഡാ ശിവ, നിന്നെ കാണാൻ ഏതൊരു പെണ്ണ് വന്നിട്ടുണ്ട്. പെണ്ണോ? ആ അതെ, എനിക്കറിയില്ല അത് ആരാണെന്ന്. നിന്നെ കാണുമെന്ന് പറയുന്നത്. ആ വരാൻ പറ. ശരി. അരുൺ പോയതും ഉള്ളിലേക്ക് കയറി വന്ന ഷീതുവിനെ കണ്ട് ശിവ സംശയത്തിൽ നെറ്റിച്ചു പിടിച്ചു. എന്താ ഷീതു, നീയാണോ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ശിവേട്ടൻ തിരക്കിലാണോ? അല്ല, എന്താ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇവിടെ വെച്ച് പറ്റില്ല. വാ. അത് പറഞ്ഞ് ശിവ പുറത്തേക്ക് പോയതും അവളും എൻ്റെ പിന്നാലെ പോയി. ശിവ അവളെയും കൊണ്ട് നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു. എന്താ നിനക്ക് പറയാനുള്ളത്? ബീച്ചിലെ സ്റ്റേൻ ബെഞ്ചിലിരുന്ന് ശിവ അവളോട് ചോദിച്ചു. ശിവേട്ടൻ കരുതും പോലെ സ്ത്രീയല്ല മധുചേച്ചി ഇല്ലാതാക്കിയത്. സ്ത്രീയെ കൊണ്ട് അവന് കഴിയില്ല. ആരും അറിയാതെ ഞങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങുന്നൊരു പാസ്റ്റ് ഞങ്ങൾക്കുണ്ട്. എന്ത് പാസ്റ്റ്? മധുവിനെ കൊന്നത് സ്ത്രീ അല്ലെങ്കിൽ പിന്നെ ആരാ? നിനക്കറിയോ? പക്ഷേ ഇതൊരിക്കലും ശിവേട്ടൻ അറിഞ്ഞതായി ശിവ അറിയാൻ പാടില്ല. നീ കാര്യം പറ. സ്ത്രീ അല്ലെങ്കിൽ ആരാ എൻ്റെ മധുവിനെ? ശിവയുടെ ചോദ്യം കേട്ടതും ഷീതു അതുവരെ തങ്ങളുടെ മനസ്സിൽ മൂടി വെച്ചിരുന്നതെല്ലാം അവനോട് പറഞ്ഞു. എല്ലാം കേട്ട് ഞെട്ടിയിരിക്കുകയെന്ന് ശിവ. സ്ത്രീയിൽ തന്നെ ശിവേട്ടന് ഇതിനെക്കുറിച്ച് ഒരുപാട് അറിയാനുണ്ട്. അവൾക്ക് മാത്രമേ അറിയൂ ഇതിൻ്റെ പിന്നിലുള്ള ആളെ. അവളായിട്ട് തന്നെ ഒരു ദിവസം ശിവേട്ടനോട് ഇത് പറയും. എൻ്റെ സ്ത്രീ പാവം. അവൾക്ക് ശിവേട്ടന് ഒത്തിരി ഇഷ്ടം. ഇപ്പോഴും ദേഷ്യമൊന്നുമില്ല. ഇനി ഇങ്ങനെ പോയാൽ സ്ത്രീയെ നഷ്ടപ്പെടും. അതാ ഞാൻ ശിവേട്ടനോട് ഇതെല്ലാം പറഞ്ഞത്. ഇനിയെങ്കിലും അവൾക്ക് പറയാനത് കേൾക്കാൻ തയ്യാറാവണം.
അവസാനം ഷീതു പറഞ്ഞത് കേട്ട് കുറ്റബോധം കൊണ്ട് അവനെ തലതാണ് പോയിരുന്നു. ഒരിക്കലും ശിവേട്ടനെ അവളെ ഉപേക്ഷിക്കരുത്, ഇതൊരു അപേക്ഷയാണ്. എന്നാൽ ഞാൻ പോട്ടെ, ഇപ്പം തന്നെ സമയം വൈകി. അത് പറഞ്ഞ് ഷീതു അവിടുന്ന് പോയതും ശിവ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കേട്ടതിൻ്റെ ഷോക്കിൽ നിന്നും പുറത്തു വരാതെ അവിടെ തന്നെ ഇരുന്നു. ഞാൻ എന്ത് പറയാനാ മോളെ? ദേ അച്ഛമ്മേ, എങ്ങനെയെങ്കിലും പറഞ്ഞ് അച്ഛനെ തിരുത്തിക്കോ, അതാവും നല്ലത്. മോൾ അവൻ പറയുന്നത് അനുസരിക്ക്. നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ ഈ ബന്ധം ഇല്ലാതാക്കുന്നതല്ലേ നല്ലത്. അന്ന് മോള് പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എൻ്റെ കുട്ടിയുടെ ജീവിതം. ഞാൻ ശിവേട്ടനുമായി ബന്ധം അങ്ങനെ വേറെ കേട്ടില്ലേ? പിന്നെ അവന് വേണ്ട ഒരു ജീവിതം. അങ്ങനെ എൻ്റെ സ്ഥലത്തേക്ക് മറ്റൊരുത്തി വരണ്ട. അച്ഛൻ ഈ തീരുമാനം മാറില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഞാൻ എന്ത് വഴി പറയാനാ? നീ ദാസം പറയുന്നത് അനുസരിക്കുന്നത് നല്ലതാവും. അച്ഛമ്മേ, നീ പോകാൻ നോക്കൂ കൊച്ചേ, എനിക്ക് കുറച്ച് നേരം കിടക്കണം. സ്ത്രീ നിരാശയുടെ റൂമിൽ വന്ന് നിൽക്കുമ്പോഴാണ് ആരോ ബാൽക്കണി ഡോറ് തുറന്നുള്ളിലേക്ക് വന്നത്. ഇരുട്ടിൽ ആ രൂപം തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഒച്ചവെക്കാൻ പോയ സ്ത്രീ തൻ്റെ അടുത്തേക്ക് വന്ന് ശിവയെ കണ്ടതും ഒരു നിമിഷം സ്വപ്നമാണെന്ന് കണ്ടു. അവനെ കണ്ടതും അവൾക്ക് സങ്കടവും സന്തോഷവും ഒരുപോലെ തോന്നി. ഓടിപ്പോയി ആ നെഞ്ചിൽ വീണ് പൊട്ടിക്കറിയാൻ തോന്നിയെങ്കിലും എന്തോ അവളെ പിന്നിലേക്ക് വലിക്കും പോലെ തോന്നി. കഴിഞ്ഞു പോയതെല്ലാം അവളുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. ശിവ അവളെ വന്ന് പുറന്നതും സ്ത്രീ ആദ്യം ഒന്ന് ഞെട്ടിപ്പെട്ടെന്ന് തന്നെ ബോധം വന്നതുപോലെ സ്ത്രീ ദേഷ്യത്തിൽ അവനെ തള്ളിമാറി. പെട്ടെന്ന് തന്നെ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. അവനിൽ നിന്നും മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അവളുടെ നാസികയിലേക്ക് തോന്നി. ശ്രീ, സോറി, ഞാൻ... ശിവ ബാക്കി പറയും മുമ്പേ സ്ത്രീ ഏന്തി വലിഞ്ഞ് അവനെ കവൾ നോക്കിയത് കൊടുത്തിരുന്നു. പെട്ടെന്നുള്ള സ്ത്രീയുടെ പ്രവൃത്തിയിൽ ശിവ ഞെട്ടി കവളിൽ കൈവച്ച് തന്നെ കാത്തുന്ന കണ്ണുകളോടെ നോക്കുന്ന സ്ത്രീയെ തന്നെ നോക്കി നിന്നു.